അല്ല കാശ് അപ്പം പിന്നിൽ ബലാക്സിന്റെ ബോർഡ് കണ്ടപ്പോൾ നമ്മൾ എവിടെയെന്ന് മനസ്സിലായല്ലോ. അതെ നമ്മള് ഹൈലൈറ്റ് ആണ്. സി ബി ഐന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് നമ്മൾ നേരെ സബ്വേയിലേക്ക് പോയി. നമുക്ക് ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴത്തെ ഉച്ചയ്ക്ക്. പിന്നെ അവന്റെ സജഷനാണ് സബ്വേ. അപ്പൊ അവനവിടുന്ന് കസ്റ്റമൈസ് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മളവിടുന്ന് കുറച്ച് ക്ലിക്സ് ഒക്കെ കാച്ചി അവനെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിച്ച് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിന് പിന്നെ അവർക്ക് ഒന്ന് രണ്ട് കുക്കീസ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചപ്പോൾ ആ കുക്കിയും കൂടെ ആഡ് ചെയ്ത്. അതാണ് ഈ കാണുന്ന ലക്ഷ്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോട്ടോ എടുപ്പിച്ചു. അതാണ് ഈ കാണുന്ന ഫോട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അവൾ ആറ്റുനോറ്റ് വാങ്ങിയ കുക്കീസ് അവൻ കഷ്ണം പൊട്ടിച്ച് കഴിക്കാൻ നോക്കിയെന്ന് കണ്ടപ്പോഴുള്ള റിയാക്ഷൻ അത് അവൻ എൻ്റെ അതിനെ കിട്ടിയപ്പോൾ ചെകുത്താനി കടലിൽ നടക്കപ്പെട്ട അവസ്ഥയായി പോയി. കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള അവസ്ഥ. പക്ഷേ നേരെ തിരിച്ചാണല്ലോ അല്ലേ. എന്തോ അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ പിന്നെ അവൾക്ക് എന്തോ ഒരു ടാബ്ലറ്റ് എടുക്കാനുണ്ടായിരുന്നു ഫുഡിന്റെ മുന്നേറ്റ. പൂച്ചയുടെ മുന്നിൽ മരത്തിത്തല വെച്ച അവസ്ഥയിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ അവൾക്ക് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കൊടുത്തു. അവള് ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അല്ലാതെ പരിപാടി നടക്കില്ലല്ലോ. പിന്നെ അതായത് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോൾ ഇവന്റെ മുമ്പിലേക്ക് ക്യാമറ ആയിട്ട് ചെന്നാൽ ഈ ഒരു അവസ്ഥയാണ്. ഞാൻ പ്രകാശിലെ ഫഹദ് ഇരിക്കുന്ന പോലെ എങ്ങനെ അങ്ങനെ. പിന്നെ നമ്മൾ ഫ്രൂട്ട് ബേന്ന് ഓർഡർ ചെയ്ത ജ്യൂസ് 3 വന്നു. ഒരു വാട്ടർമെലൻ അവൻ വിത്തൗട്ട് ഷുഗർ, നമ്മൾ രണ്ടുപേരും ഓറഞ്ച് വിത്ത് ലെസ് ഷുഗറാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവന് തീരെ ഇഷ്ടമായില്ല ഷുഗർ ഇല്ലാതെ. പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. എൻ്റെ ഐഡിയ ആയിപ്പോയി എന്നുള്ള അവസ്ഥയിൽ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ നടന്നത് സുഡിയോയിലേക്കാണ്. സുഡിയോ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെ. അത് കഴിഞ്ഞിട്ട് സുഡിയോയിലേക്ക് പോകാൻ റീസൺ വെച്ചാൽ ഞാൻ അവിടുന്ന് മുന്നേ പർച്ചേസ് ചെയ്ത് ഡേറ്റിന് വേണ്ടിയിട്ട്. അപ്പം സെയിം കളർ അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ട് കുറച്ച് കളക്ഷൻസ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാൾ പ്രമാണിച്ച്. അപ്പൊ അതിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അറിയാലോ നമ്മുടെ പ്രീതമയുടെ പർച്ചേസിനെ പറ്റി. നമ്മുടെ പ്രീതമ പൊതുവെ എല്ലാ ഗേൾസിനും പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ 1 eternity later ആ അവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്ന് പറയാൻ സെലക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോന്ന് വെച്ച് നോക്കാൻ തുടങ്ങി. ഇതെങ്ങനെയുണ്ട് എന്നുള്ള അവസ്ഥയിൽ അങ്ങനെ കുറെ എണ്ണം വെച്ച് നോക്കി. അങ്ങനെ ഒരു 2 എണ്ണം ഫൈനലൈസ് ചെയ്തു. അവനാണെങ്കിൽ ആകെ ബോറടിച്ച് ഇത് കണ്ടോ ഇതേപോലെ ഓരോന്ന് വെച്ചിട്ട് ഇതെങ്ങനെയുണ്ട് ഈ കാണിച്ച 2 എണ്ണല്ലേ ഇത് 2 എടുത്തത്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ജെൻസിന്റെ സെക്ഷനിൽ അവനെ പറ്റി എന്താണോ നോക്കാം. പിന്നെ അവന് മടുത്തിട്ട് അവൻ പുറത്തു പോയിരിക്കുന്ന കാഴ്ചയത്. പിന്നെ അവൾക്ക് എന്തോ ക്യൂടെക്സ് ഒരെണ്ണം മേടിക്കണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഒരു ക്യൂടെക്സും കൂടെ മേടിച്ച് പിന്നെ അവിടുന്ന് ബില്ല് ചെയ്യാനായിട്ട് അറ്റ് ലാസ്റ്റ് നല്ല മൊമെന്റിലാണ് പോയിരുന്ന് ബില്ല് ചെയ്ത്. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് 1-2 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി. Are you satisfied? ചെറുതായിട്ട്. What? You satisfied? Oh no. അപ്പം at last 2 ടോപ്പ് എടുക്കാൻ 2 മണിക്കൂർ. അതാണ് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളെ സൈക്കോളജി ഇങ്ങനെ എത്ര ടൈം എടുത്തെടുത്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പിന്നെ അതായത് അവന്റെ പുതിയ ജോൺ ജേക്കബിന്റെ കണ്ണാള വെച്ചിട്ടുള്ള ഒരു വീഡിയോ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം എടുത്തതാണ് ഈ വീഡിയോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കുറേ നേരത്തെ പ്ലാനിങ്ങിന് ശേഷം നേരെ ബീച്ചിലോട്ട് പോയി. കുറേ നേരം നമ്മൾ ഡൗട്ട് അടിച്ചു. പിന്നെ ട്രാഫിക് ഉണ്ടാവും, ലേറ്റ് ആവും എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്ത് പിന്നെ എന്താ നോക്കാം എന്നുള്ള രീതിയിൽ പോയി. പോകുന്നതായിരിക്കും തിരുവോരത്തിരുന്ന് കുട്ടികൾ ഫുഡ് കഴിക്കുന്ന കണ്ടപ്പം എന്തോ ഒരു ചെറിയൊരു മനസ്സിലി പോലെ അങ്ങനെ തോന്നി. നമുക്കുള്ള സൗകര്യങ്ങളും അവരുടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സെന്റിമെന്റ് ആവുന്നില്ല. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൺസെറ്റ് കാണാന്നുള്ള രീതിയിലാണ് പോയത്. അവനത് എന്തോ ഒന്നും സംഭവിച്ചില്ല. വീഴാൻ പോയതാന്ന് തോന്നുന്നു. ഫോൺ നോക്കിയിരുന്നിട്ടാ നേരെ നോക്ക് നേരെ ഓക്കെ. ബീച്ച് മോഡ് ആസ്വദിക്കുമ്പോഴാണ് അവിടുന്ന് കടൽ ഉൾവലിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന അവരുടെ കമന്റ് അടി കേട്ടിട്ട് കടലമ്മ ചാടിക്കയറി മുമ്പോട്ട് മുടിപ്പാഞ്ഞു വന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവള് പറഞ്ഞ എന്തോ കേട്ടില്ല. അതിനാണ് ഈ റിയാക്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് ഉപ്പിലിട്ട് എന്തോ വേണമെന്ന് അവള് പറഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങിക്കൊടുത്തു. എന്നാലും നാഗബലി നമുക്ക് ഓഫാക്കാലോ. അങ്ങനെ പിന്നെ അത് വാങ്ങി 2 കൈതച്ചൊക്കെ ഞാനും അവന് വാങ്ങി. അവൾക്ക് മാങ്ങ ഇഷ്ടം.
പിന്നെ വാങ്ങിയ മായി. പിന്നെ അവിടുന്ന് എന്തോ ഒരു ചൗച്ചൗ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഫ്രൂട്ട് എന്തോ ട്രൈ ചെയ്ത് നോക്കി. അത് എന്താന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന അങ്ങോട്ട് കമന്റ് ചെയ്യാം. എന്താ സാധനം എനിക്കറിയില്ല. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ്. ഉപ്പിലിട്ടത് അൺഹെൽത്തി ആണ്, ബട്ട് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെ മേടിച്ചെന്നേ ഉള്ളൂ. പിന്നെ അവിടുന്ന് ബീച്ചിനോട് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് ആകാശത്ത് കൂടെ ഒരു പറ്റം പറവകൾ ഇങ്ങനെ പറന്നു വന്ന് സ്ലോമോയിൽ പകർത്താൻ നോക്കുന്നതാണ്. ചെറുതായിട്ട് പാളിപ്പോയി സ്റ്റാർട്ടിങ് കിട്ടാത്തതുകൊണ്ട്. പിന്നെ അവിടുന്ന് ബീച്ചിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഏതോ ഒരു ചെങ്ങായി വന്ന് ബാക്കിൽ വന്ന് തട്ടിച്ചു. അയാളെ ക്യാമറ എടുക്കാൻ നോക്കിയപ്പോൾ അയാൾ പറന്ന് കളഞ്ഞു. ബാക്കിൽ ചെറിയൊരു സ്ക്രാച്ച് മാത്രം വീണുള്ളതുകൊണ്ട് പിന്നെ വലിയ കാര്യമാക്കിയില്ല. പിന്നെ അവിടുന്ന് നേരെ എന്നെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് അവരവിടുന്ന് ബൈ ബൈ പറഞ്ഞു. അത്യാവശ്യം നേരെ ലേറ്റ് ആയിട്ട്. അപ്പം ശരി, ബൈ.